ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. കുന്നോളം പാത്രം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മീനൊക്കെ നന്നാക്കാനാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അതുപോലെ തന്നെ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ പറ്റിയ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല തണുത്ത പാലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് തണുത്ത പാലാണ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ഷുഗറോട് കൂടിയ പാൽ ഇതുപോലെ നമ്മൾ എടുത്ത് നന്നായിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും കേട്ടോ. ഡെഡ് സെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 2-3 തവണ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. പാലും പഞ്ചസാരയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇനി ഞാനൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം കേട്ടോ നിങ്ങൾക്ക്. നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് വെക്കണം. ഞാനിപ്പോൾ അപ്പം തന്നെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്ലോ, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾ ഇതുപോലെ ഫേസിൽ ആഴ്ചയിൽ 2-3 തവണ ഒന്ന് ചെയ്യുക കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എത്ര പാത്രം നമ്മുടെ വീടുകളിലുണ്ടെങ്കിലും അതൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് മടിയൊന്നും കൂടാതെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനകരമായൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലിക്വിഡാണോ യൂസ് ചെയ്യുന്നത് അത് ഈ ഒരു കേസിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സൂത്രം നിങ്ങൾ അറിയുവാണെങ്കിൽ ഇനി ഇതുപോലെ നിങ്ങൾ ചെയ്യുള്ളൂ കേട്ടോ. പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ചെയ്യുള്ളൂ. എത്ര പാത്രം നമ്മൾ കഴുകുകയാണെങ്കിലും ആ ഒരു വിഷമം നമുക്കറിയില്ല. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡിഷ് വാഷ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് അങ്ങനെ ഫ്രീസറിൻ്റെ ഉള്ളിലേക്കാണ് വെക്കാൻ പോകുന്നത്. നന്നായിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ഇത് എടുക്കേണ്ടത്. അപ്പോൾ അത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രീസറിൽ നിന്ന് ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഡിഷ് വാഷൊക്കെ ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കുറേ കൂടെ സമയം വെക്കുവാണെങ്കിൽ നമുക്ക് ഓവർനൈറ്റൊക്കെ നമ്മൾ ഇതുപോലെ റെഡിയാക്കി ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 4 മണിക്കൂർ ആയതിനു ശേഷം എടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഡിഷ് വാഷൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ക്രബ്ബറിൻ്റെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്ക്രബ്ബറിനൊന്നും ഒരു പ്രശ്നവും ആവില്ല. നമുക്കത് ഒരുപാട് കാലത്തേക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്ക്രബ്ബർ വെറുതെ വേസ്റ്റായി പോകുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഡിഷ് വാഷിൻ്റെ ആ ഒരു കഷ്ണം നമുക്ക് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഒറ്റ പീസ് മതി കേട്ടോ. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാ എനിക്കിവിടെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ ചേർന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പാണെങ്കിൽ, പാത്രം കഴുകുന്ന സോപ്പാണെങ്കിൽ അതിൽ ഇട്ട് മുക്കുന്ന ആ ഒരു പാട് നമുക്കിവിടെ ഉണ്ടാവില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ എത്ര പാത്രം ഉണ്ടെങ്കിലും മടിയൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വലിയ വലിയ ഫാമിലിയൊക്കെ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഇത് ഒരുപാട് പ്രയോജനകരമായൊരു നല്ല ടിപ്പാണ്. ഇനി അങ്ങനെ അല്ല എങ്കിലും നമ്മുടെ വീടുകളിൽ നമുക്ക് പാത്രമൊക്കെ ഇതുപോലെ ഒരുപാട് പാത്രമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ പാത്രം എത്ര പെട്ടെന്നാണ് കഴുകിയെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല കേട്ടോ. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് എത്ര പാത്രങ്ങൾ ചേർന്നാലും കഴുകിയെടുക്കാൻ പറ്റും. ഈ ഒരു ടിപ്പ് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരുപാട് പ്രയോജനകരമായൊരു നല്ല ടിപ്പാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് പ്രത്യേകിച്ച് ഒരുപാട് യൂസ് ആവുന്നത് ഫ്ലാറ്റ് ലൈഫിലൊക്കെ ഉള്ള അമ്മമാർക്കാണ് കേട്ടോ. വെളിയിലൊക്കെ പോയിട്ട് മീനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ.
അപ്പോൾ മിക്കവരുടെ വീട്ടിലും ഇതുപോലെ ഉപയോഗിക്കാത്ത അരിപ്പ കാണും. അപ്പോൾ അങ്ങനെ ഒരു അരിപ്പ നിങ്ങൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഷിങ്കിൽ വെച്ചാണ് നമ്മളിതുപോലെ ഫ്ലാറ്റ് ലൈഫിലും അതുപോലെ പുറത്തൊക്കെ പോയിട്ട് നിന്ന് മീൻ നന്നാക്കാൻ പറ്റാത്തവർ ഷിങ്കി വെച്ചാണല്ലോ നമ്മൾ മീൻ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഷിങ്കിൻ്റെ ആ ഒരു ഹോളുള്ള ഭാഗത്തേക്കായിട്ട് നമ്മൾ വലിച്ചെറിയാനും യൂസ് ഇല്ലാത്ത അരിപ്പയൊക്കെ നമ്മുടെ വീട്ടിൽ കാണും. ആ ഒരു അരിപ്പ വെച്ചതിന് ശേഷം നമ്മളിതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ ചെതുമ്പലും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു അരിപ്പയിലേക്ക് ആവും കേട്ടോ. നമ്മൾ ഷിങ്കിലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ ചെതുമ്പലൊക്കെ പോയി നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഷിങ്കൊക്കെ വേഗത്തിൽ അടയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ ഇതിന് പകരം എന്തെങ്കിലും പാത്രമൊക്കെ വെച്ചാൽ പോരെന്ന്. അരിപ്പയാകുമ്പോൾ കുറേ കൂടെ നല്ലതാണ്. കാരണം നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ മീൻ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെതുമ്പലൊന്നും എങ്ങോട്ടേക്കും തെറിച്ചൊന്നും പോവില്ല. ഈ ഒരു അരിപ്പയിലേക്ക് തന്നെ ആയിക്കോളും. അപ്പോൾ നമുക്ക് ആ യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലിച്ചെറിയാൻ വെച്ചിരിക്കുന്ന അരിപ്പയല്ലേ, ആ ഒരു നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു അരിപ്പയിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിന് അകത്തോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് ഡസ്റ്റ്ബിനിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ വെറുതെ കളയുന്ന അരിപ്പ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ മീനൊക്കെ നന്നാക്കുന്ന സമയത്ത് നമ്മൾ ഷിങ്കിലൊന്നും ആവാതെ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം പിന്നെ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ, കയ്യിൽ ഒരുമാതിരി ചൊറിച്ചിലൊക്കെ വരുന്ന പോലെ തോന്നുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ പുതിനയുടെ ഇലയാണ് കേട്ടോ ഇത്. പുതിനയുടെ ഇല ഇതുപോലെ നിങ്ങൾ കയ്യിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു മീനൊക്കെ ക്ലീൻ ചെയ്ത് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മീൻ നന്നാക്കിയതിന് ശേഷം ഉണ്ടാകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പുതിനയുടെ ഇല ഒന്ന് കയ്യിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നീട്. അപ്പം ഇനി അതുപോലെ തന്നെ മീനൊക്കെ കഴുകിയതിന് ശേഷം എത്ര തന്നെ നിങ്ങൾ സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്താലും ആ ഒരു ബാഡ് സ്മെല്ല് കയ്യിൽ നിന്ന് പോകുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് നമ്മൾ മത്തിമീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കോൾഗേറ്റ് എടുത്ത് കയ്യിൽ നന്നായിട്ടൊന്ന് നിങ്ങൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഒരു ടിപ്പ് തന്നെയായിരിക്കും ഇതും. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മീനൊക്കെ കഴുകി കഴിഞ്ഞാൽ നമ്മളിനിയിപ്പോൾ എങ്ങനെ നമ്മൾ മീൻ കഴുകി കഴിഞ്ഞാൽ ആ ഒരു ഷിങ്കിൽ നിന്ന് ഒരു ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ സ്ക്രബ്ബറിൽ നിങ്ങൾ ഏത് സ്ക്രബ്ബറാണോ ഷിങ്ക് കഴുകാൻ യൂസ് ചെയ്യുന്നത് അതിലേക്ക് കോൾഗേറ്റ് ഇതുപോലെ ആവശ്യത്തിന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഷിങ്ക് നല്ല വൃത്തിയാവുകയും ചെയ്യും. ഷിങ്കിൽ നിന്ന് ആ ഒരു ഉളുമ്പ് സ്മെല്ല് പിന്നീട് വരില്ല കേട്ടോ. മീനൊക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഉളുമ്പ് സ്മെല്ല് പിന്നീട് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്കറിയാം മീനൊക്കെ നമ്മൾ ഷിങ്കിൽ നിന്ന് കഴുകി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു സ്മെല്ല് അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ടിപ്പാണ് ഇതുപോലെ കോൾഗേറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ ഷിങ്കൊന്ന് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമാവുന്നു എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരുപാട് പ്രയോജനകരമായ നല്ല ടിപ്സുകളായിരുന്നു. എല്ലാ ടിപ്സും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും bye. Thanks for watching.